സോ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലത്തെ ഒരു കോളിനെ ബേസ് ചെയ്താണ്. ബിക്കോസ് ആൾ എബ്രോഡാണ് ജോലി ചെയ്യുന്നത്. ആൾക്ക് ഫിറ്റ്നസ് ജേണി തുടങ്ങണമെന്നുണ്ട്. എന്നാൽ 2 മാസം കഴിയുമ്പോൾ ആൾ നാട്ടിൽ വരുന്നുണ്ട്. സോ നാട്ടിൽ വന്ന് പോയതിന് ശേഷം തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ആൾ ജേണി തുടങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഫിറ്റ്നസ് ജേണി തുടങ്ങാൻ പോകുന്നില്ല. കാരണം ലൈഫിൽ പ്രോബ്ലം ഇല്ലാത്തൊരു സന്ദർഭങ്ങളില്ല. സോ നിങ്ങൾ ആ പ്രോബ്ലം വരുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങളുടെ ഫിറ്റ്നസ് കൂടെ കൊണ്ടുപോകാൻ പഠിക്കണം. ആ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ച് കാണാം. ഫിറ്റ്നസ്സിനെ 2 ഫേസായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് പ്രയോറിറ്റി ഫേസ് എന്നും മറ്റൊന്ന് മെയിൻ്റനൻസ് ഫേസ് എന്നും. ഈ പ്രയോറിറ്റി ഫേസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫാറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മാസം നിങ്ങൾ എബ്രോഡാണ്, 3-ാമത്തെ മാസം നിങ്ങൾ നാട്ടിൽ വരിക. സോ കറക്റ്റായിട്ട് ഡയറ്റ് നോക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 2 മാസത്തെ നമ്മൾ പ്രയോറിറ്റി ഫേസ് എന്നും 3-ാമത്തെ മാസം നാട്ടിൽ വരുന്ന മാസത്തെ നമുക്ക് മെയിൻ്റനൻസ് ഫേസ് എന്നും വിളിക്കാം. സോ ഈ 2 മാസം നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഗോൾ സെറ്റ് ചെയ്യുക. ഫാറ്റ് ലോസ് ആണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് നോക്കുക, കാലറി ഡെഫിസിറ്റിൽ നിൽക്കുക, പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. മെയിൻ്റനൻസ് ഫേസ് അതായത് 2 മാസം നിങ്ങൾക്ക് ടൈം കഴിഞ്ഞ് നിങ്ങൾ നാട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെന്നിരിക്കട്ടെ. ആ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് മെയിൻറ്റെയിൻ യുവർ ബോഡി. 2 മാസം കൊണ്ടുണ്ടാക്കിയ ബോഡി, അച്ചീവ് ചെയ്ത ബോഡി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആ സമയം നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ഡയറ്റ് നോക്കാം, സ്ട്രിക്റ്റ് ഡയറ്റിൻ്റെ കാര്യമില്ല. പക്ഷേ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാലറി ഡെഫിസിറ്റിൽ തന്നെ നിൽക്കാൻ നോക്കുക. 2 to 3 days എങ്കിലും വീക്കിലി ഏതെങ്കിലും തരത്തിലുള്ള ഫുൾ ബോഡി വർക്കൗട്ട് വീട്ടിലാണെങ്കിലും ചെയ്യാൻ നോക്കുക.